കണ്ണൂർ കൂത്തുപറമ്പിൽ വയോധികയുടെ മാല ഓടിയത് CPM കൗൺസിലറായ PP രാജേഷിനെ പോലീസ് പിടികൂടി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതിനുശേഷമുള്ള കാര്യങ്ങൾ വെച്ച് പോലീസ് കണ്ടെത്തിയപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ കൂടി നിർണായകമാകുന്നത്. അങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ടുണ്ട്. ഫെലിക്സ്, കഷ്ടമാണ് ഒരു ജനപ്രതിനിധി അല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കെതിരെ പലപ്പോഴും ഈ അഴിമതി ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരാൾ ഒരു വയോധികയുടെ മാല ഓടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്? ദിവിഷ 77 വയസ്സ് പ്രായമുള്ള വയോധികയുടെ മാല പൊട്ടിച്ച കേസിലാണ് ഇപ്പോൾ CPM കൗൺസിലർ അറസ്റ്റിലായിട്ടുള്ളത്. കൂത്തുപറമ്പ് നഗരസഭയിലെ 4-ാം വാർഡ് കൗൺസിലർ PP രാജേഷാണ് ഇന്നിപ്പോൾ കൂത്തുപറമ്പ് പോലീസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. അതായത് വയോധിക വീടിനുള്ളിൽ അടുക്കളയിൽ മീൻ കഴുകി വൃത്തിയാക്കുന്നതിനിടയിലാണ് അടുക്കള വാതിലൂടെ ഇയാൾ എത്തുകയും മാല മോഷ്ടിച്ചോടുകയും ചെയ്തത്. അപ്പോൾ ഹെൽമറ്റ് അടക്കം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ വയോധിക ഒച്ച വെച്ചു. അങ്ങനെ നാട്ടുകാർ ഓടി വന്നു. ആ സമയത്ത് ഇയാൾ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ സ്കൂട്ടറിലാണ് സഞ്ചരിച്ചത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇത് ഒരു വാർഡ് കൗൺസിലറാണ് എന്ന് വ്യക്തമായത്. അങ്ങനെയാണ് ഇപ്പോൾ CPMൻ്റെ വാർഡ് കൗൺസിലറായ ഈ PP രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഒരു കൗൺസിലർ ഇങ്ങനെ മോഷണം നടത്തുമോ അല്ലെങ്കിൽ എന്താണ് അയാളെ പ്രേരിപ്പിച്ച ഘടകം എന്നത് വ്യക്തമല്ല. പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ വാർത്ത കേട്ട് ഞെട്ടി എന്നതാണ് നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് എന്താണ് ഇതിന് പ്രേരകമായ ഘടകം എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം അടക്കം നടത്തുന്നുണ്ട്.